നമുക്ക് തീർച്ചയായും ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് നിവിൻ പോളിയുടെ ശക്തമായ തിരിച്ചുവരവെന്നാണ്. ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് ശേഷത്തിൽ തിരിച്ചു വന്നു എന്നല്ല പറയുന്നത്, പക്ഷേ അതിലും ഗംഭീരമായ അതിനകത്തൊരു സൈഡ് റോളേ ഉള്ളെങ്കിൽ ഇത് മുഴുനീള നിവിൻ പോളി ചിത്രമായിട്ട് നമുക്ക് കാണേണ്ടി വരും. ഡിജോ ജോസ് ആൻ്റണിക്ക് നമ്മളെ ഈ സിനിമ 2 മണിക്കൂറും 38 മിനിറ്റും പോകുന്നതറിയിക്കാതെ നമ്മളെ അവിടെ പിടിച്ചിരുത്താൻ കഴിവുണ്ട്. നിവിൻ പോളിയുടെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരിക്കും ഈ സിനിമ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ സിനിമ നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ കായംകുളം കൊച്ചുണ്ണിക്ക് ശേഷം ഒരു സൂപ്പർ ഹിറ്റ് ആകും എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഏതായാലും നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിലയിരുത്താം. മ്യൂസിക് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടാണ്. ജാക്കീസ് ബിജോയ് ആണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഷെറീസ് മുഹമ്മദിൻ്റെ കഥയായാലും തിരക്കഥയായാലും ഇത് വളരെയധികം ഗംഭീരമായിട്ടുണ്ട്. തിരക്കഥയുടെ മികവ് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ഈ സിനിമയിൽ. കൂടെ അഭിനയിച്ചിരിക്കുന്ന ധ്യാൻ ശ്രീനിവാസനായാലും അതുപോലെ ഷൈൻ ചാക്കോ ആയാലും അതുപോലെ ഐശ്വര്യ ആയാലും എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ട് നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.